ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുണ്ടല്ലോ വണ്ടി ഇപ്പോൾ വന്നേക്കുന്നത് 64,156 കിലോമീറ്ററാണ് ഇപ്പോൾ മീറ്റർ റീഡിംഗ് ആയിട്ട് കാണിച്ചാണ്. 64,000 കിലോമീറ്റർ ഓടിയാണ് വണ്ടിയാണ്. അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ പിക്കപ്പ് ലോ പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ഇടയ്ക്ക് വർക്ക് ആവണില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ബാക്ക് സൈഡിൽ നിന്നൊരു സൗണ്ട് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ജനറലായിട്ട് സർവീസ് ചെയ്യണം, എൻജിൻ ഓയിൽ ചെക്കപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ. ഇത്രയും കേസാണ് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആയിരിക്കണം ഒരു പക്ഷേ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് ഇടയ്ക്ക് പറഞ്ഞേക്കണത്. നമ്മളിന്ന് രാവിലെ വണ്ടി സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ട് ആവുകയും വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് പിക്കപ്പ് വളരെ കുറവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം ഒരു 64,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ പിക്കപ്പ് എത്ര കുറയും അതേപോലെ തന്നെ ഉള്ള ഒരു കുറച്ചിലൊക്കെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ കാർബൺ കരി കയറുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഓൾറെഡി വണ്ടിയുടെ പെർഫോമൻസിൽ എഞ്ചിൻ പെർഫോമൻസിലൊക്കെ വേരിയേഷൻ വരും. അതിൻ്റെ ഒരു കുറവല്ലാതെ കൊണ്ടൊരു മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള വലിയ കുറവോ കാര്യങ്ങളോ ഒന്നും പ്രത്യക്ഷത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ജനറലായിട്ട് സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെക്കപ്പിനായിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മളതിൻ്റെ ബാക്ക് വീലൊക്കെ അയച്ച് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമുക്കിതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് നമുക്കിതുമ്പോൾ യൂസ് ചെയ്തേക്കണേ. പക്ഷേ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ് ഏകദേശം പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കേബിള് ടൈറ്റ് ചെയ്ത് ഏകദേശം പകുതിയിൽ കൂടുതലായിട്ടാണ് നിൽക്കണേ. അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റിയിടാം. കാരണം വെച്ചാൽ എന്തായാലും അടുത്ത സർവീസ് വരെ കിടക്കില്ല, ഓടില്ല. പിന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാം നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തുരുമ്പിട്ട് ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീല് ഈ ഒരു ഷാഫ്റ്റ് വേണം നമ്മൾ ബാക്ക് വീല് പിടിപ്പിക്കുന്നത്. ഞാൻ അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളതിൻ്റെ ബാക്ക് സൈഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ ഒരു ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭം കാണിച്ചിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന്. ഇത് കാണിക്കുന്നത് ചില ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഓയിൽ മൈന്യൂട്ടായിട്ട് ലീക്കായിട്ട് പുറത്തേക്ക് വരുന്നതാണ്. ഇത് തൽക്കാലം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം ഇവിടെ ഓയിൽ കൂടുതലായിട്ട് ലീക്കേജ് വരാണെങ്കിൽ മാത്രം നമ്മൾ ഗിയർ ബോക്സ് അഴിച്ച് ഇതിൻ്റെ ഓയിൽ സീൽ മാറണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അഴിച്ചിട്ട് വേണം മാറ്റാനായിട്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ചെയ്യണമെന്നില്ല, കാരണം ബെയറിങ്ങിന് ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഓടണോടത്തോളം പരമാവധി യൂസ് ചെയ്യാം. അതിനുശേഷം കൂടുതലായിട്ട് ഓയിൽ ലീക്കേജ് കാണിക്കാൻ നമുക്ക് അഴിച്ച് ഓയിൽ സീൽ മാറാം. ഓയിൽ സീൽ മാറുന്ന കൂട്ടത്തിലുള്ള ബാക്ക് വീലിൻ്റെ ആ ഷാഫ്റ്റിൻ്റെ ബെയറിങ് അടക്കം മാറ്റിയിടണം. അപ്പോൾ അതുകൊണ്ടാണ് നോക്കിയിട്ട് കംപ്ലയിൻറ്റ്സ് കൂടുതൽ വന്ന വരെ ഓടിക്കുക, അതിന് ശേഷം ചെയ്താൽ മതി എന്ന് പറയണതിൻ്റെ കേസ് കേട്ടോ. പിന്നെ ബാക്ക് വീല് നമ്മൾ ചെക്ക് ചെയ്തു, ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നിലവിൽ ഫിൽറ്റർ വലിയ പ്രോബ്ലം ഇല്ല, കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ നമുക്ക് നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ക്ലച്ച് ചെക്കപ്പിനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഫെയിലിയർ ആവുന്നത് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻസിലാണ്. ഇത് CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ബെൽ ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള ഗ്രീസിങ് കാര്യങ്ങൾ ചെയ്യും. തേയ്മാനം കൂടുതൽ വന്ന പാർട്സുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി പിടിപ്പിക്കുകയൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ക്ലച്ച് സൈഡ് അയച്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബെൽറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റ് നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് അതുമ്പോൾ കിടക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, ഇത് കിടന്ന് ഓടിക്കോളും. കമ്പനി ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ കൂടി ഓടിയതിന് ശേഷം മാറ്റിയിട്ടാലും മതി. പിന്നെ നമ്മളുടെ ഉപയോഗം അനുസരിച്ചിട്ടോ, കാരണം നല്ല രീതിയിൽ ലോഡൊക്കെ വെച്ച് ഓടിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഈ നൈറ്റ് ഡ്യൂട്ടി ഉള്ള വണ്ടികളൊക്കെയാണ്. അപ്പോൾ വല്ല നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ട വർക്കുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാമെന്നൊക്കെ ഉണ്ടാകും, മാറ്റിക്കളയാം. നോർമലായിട്ടുള്ള കേസിൽ ഇനിയും കിടന്ന് ഓടിക്കോളും, അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ക്ലച്ചിനകത്ത് നമ്മളതിൻ്റെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസൊക്കെ നോക്കി വർക്കിംഗ് നോക്കിയാണ്. വേരിയേറ്റർ ബോഡി, ബോസ്റ്റർ, ഇത് CVT ക്ലച്ചിൻ്റെ ഓരോ പാർട്സുകളാണത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നോർമൽ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. അതിനകത്ത് തന്നെ ഈ ഒരു ഐറ്റം മാത്രം വെച്ചിട്ട് കൂടുതൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ബുഷാണ്, വി ബുഷ് പോലെ വന്നതാണ്. അപ്പോൾ അത് അത്യാവശ്യം പ്ലേ കാണിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 100 രൂപ താഴെയാണ് നമുക്ക് ഇതിന് കോസ്റ്റ് വരാം. അപ്പോൾ നമ്മളതൊന്ന് കൈയോടെ മാറ്റി കളഞ്ഞേക്കാം. ക്ലച്ച് ഗ്രീസിങ്ങും നമ്മൾ കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. ക്ലച്ച് ഷോക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്ലച്ചിൽ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനില്ല. നമുക്ക് ഈ ബുഷുകൾ നമുക്ക് മാറ്റിയിടാം, റീസെറ്റ് ചെയ്യാം, ക്ലച്ച് ക്ലീൻ ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ അത് ഇവിടുത്തെ ഒരു ഓയിൽ സീൽ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഓയിൽ പുറത്തേക്ക് ഇങ്ങനെ കിനിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് അതും കൂടി അങ്ങോട്ട് മാറ്റി കളയാം. അപ്പോൾ പിന്നീട് ഒരു ലീക്ക് അത് വന്നിട്ട് നമ്മൾ രണ്ടാമത് അഴിക്കേണ്ട സിറ്റുവേഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്കത് സോൾവ് ചെയ്തോളാം. പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓയിലിൻ്റെ നനവ് കാണാം, അതഴിച്ച് നമുക്കൊന്ന് മാറ്റി കളയാം. പിന്നെ ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്റർ കേബിള്, 2 കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്.
ആക്സിലേറ്റർ കേബിൾ നമുക്ക് നിലവിൽ പ്രോബ്ലം ഇല്ല, പക്ഷേ ചോക്ക് കേബിൾ വലിച്ചു കഴിഞ്ഞാൽ സ്റ്റക്കായ ഒരു അവസ്ഥയില്ല. അപ്പോൾ ചോക്ക് കേബിൾ നമുക്കൊന്ന് മാറ്റിയിടണം. ഈ ചോക്കിൻ്റെ കേബിളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി കിട്ടും, ബാറ്ററിക്കൊക്കെ ഗുണമാണ്. കാരണം ഒരുപാട് ലോഡ് എടുക്കാതെ കൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവും ചോക്ക് ഇടുമ്പോൾ. അപ്പോൾ ഒന്ന് റേസ് ചെയ്തതിന് ശേഷം ചോക്ക് ഓഫ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു കംപ്ലയിൻറ്റ് റിപ്പീറ്റ് ഉണ്ടാവാതിരിക്കാനും അതൊരു ഗുണമാണ്. കാരണം എന്താ വെച്ചാൽ ചോക്ക് ഉപയോഗിക്കാണ്ടിരുന്നത്, ഇപ്പോൾ നമ്മൾ പുതിയ കേബിൾ മാറ്റിയിട്ടാലും നിങ്ങൾ ചോക്ക് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും ഈ കേബിൾ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ചോക്ക് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അത് വണ്ടിയുടെ കംപ്ലയിൻ്റ് അല്ല, ആ രീതിയിലാണ് ശരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ വണ്ടികളെന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളായതുകൊണ്ട് തന്നെ മാനുവലായിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവം ചെയ്തോളൂ, ആ പ്രോസസ്സൊക്കെ ചെയ്യും. ചോക്ക് ഫസ്റ്റ് തന്നെ വണ്ടി ചോക്കിലേക്ക് ആക്കിയതിന് ശേഷം വണ്ടി റേസ് ആയതിന് ശേഷം നോർമലിലേക്കൊക്കെ വരാം. അത് ഓൾറെഡി ECU വെച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട കേസാണ്. അപ്പോൾ ഇത് ചെയ്ത് പോകണം എന്തുകൊണ്ടും നല്ലതാണ്. ബാറ്ററിക്ക് ലൈഫ് കൂടും, എൻജിൻ പെർഫോമൻസ് ക്ലിയർ ആയിരിക്കും, പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവും. അതേപോലെ തന്നെ ഈ കേബിളിൻ്റെ കംപ്ലയിൻ്റൊക്കെ പിന്നീട് വരാതിരിക്കാനും അതൊരു ഗുണമാണ്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഗ്രീൻ ബുഷ് നമുക്ക് മാറ്റിയിടണം, ഇത്രയും ഓവലായി പോയേക്കാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ ലിങ്ക് ബുഷും ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ബുഷും ലിങ്ക് ബുഷും നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം. ഹാൻഡിലിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ ആയാലും പുതിയ ടയർ കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി, 2024 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി, 12 വോൾട്ട് കാണിക്കുന്നുണ്ട്, 12.90 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും ഏകദേശം നമുക്ക് വന്നത് 8.92 അപ്പോൾ നിലവിൽ വോൾട്ട് വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്തിരുതി കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്നൊരു സ്റ്റേജൊന്നും ആയിട്ടില്ല. പിന്നെ അതേപോലെ CDI സോക്കറ്റൊക്കെ നമ്മൾ ഈ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ CDI സോക്കറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തത്, എന്തെങ്കിലും കംപ്ലയിൻറ്റ്, ലൂസ് കോൺടാക്റ്റോ ക്ലാവോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതൊന്നും നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചു. അപ്പോൾ നിലവിൽ ഇത് നമുക്ക് കിടക്കുന്ന പ്ലഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലഗ് അല്ല, സ്കൂട്ടർ മോഡലിൻ്റെ പ്ലഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് DOK വണ്ടിക്കൊക്കെ വന്ന പ്ലഗ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി നീട്ടം വരും, ഇത്രയും കൂടി നീട്ടം വന്ന പ്ലഗ്ഗാണ്. ഇത് പഴയ മോഡൽ, ഈ സ്പ്ലെൻഡർ മോഡൽ പഴയ മോഡൽ, അതായത് പഴയ ആക്റ്റീവയ്ക്ക് അതേപോലെ തന്നെ 100cc ബൈക്കുകൾക്ക് വന്ന മോഡൽ പ്ലഗ്ഗാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ശരിക്കും. കാരണം ബാലൻസ് കുറേ കൂടി ത്രെഡ് ഉണ്ടാവും. ആ ത്രെഡിൽ നമ്മൾ വണ്ടി ഓടുമ്പോൾ ആ ഫയർ നടക്കുമ്പോൾ വന്ന കാർബൺ ഡെപ്പോസിറ്റൊക്കെ ഓൾറെഡി ഇപ്പോൾ തന്നെ അതിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്ലഗ് മാറ്റി കളയാം, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ കുറേ കൂടി കഴിയുമ്പോൾ നമുക്കതൊരു മേജർ ഇഷ്യൂ ആയിട്ട് വരും, മേജർ കംപ്ലയിൻ്റ് ആയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. പുതിയ പ്ലഗ്ഗാണ്, പക്ഷേ ഇതിൻ്റെ പ്ലഗ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് ക്ലീൻ ചെയ്തിടാം. എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, നല്ല ഓയിലാണ്, ഒരല്പം ലെവൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട്, അത് മാത്രം ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് വിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ വണ്ടിക്ക് HD കോയിൽ മാറ്റി വെച്ചേക്കണതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹൈ ടെൻഷൻ കോയിൽ, ഈ വന്ന കോയിൽ മാറ്റി പുതിയത് വെച്ചേക്കണതാണ്. പക്ഷേ ശരിക്കും അത് ഇതിൻ്റെ കോയിൽ അസംബ്ലി അല്ല, ന്യൂ ജനറേഷൻ വണ്ടിയുടെ, അതായത് പുതിയ BS6 മോഡലിൻ്റെ കോയിലാണ് ഇതുമ്പോൾ വെച്ചേക്കണേ. അതിൻ്റെ പ്രോബ്ലം വെച്ചാൽ അതിൻ്റെ ഈ കോഡ് വയർ ഉണ്ടല്ലോ, ഈ പ്ലഗിലേക്ക് വരുന്ന കോഡ് വയറിന് ലെങ്ത്ത് കുറവായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് ജസ്റ്റ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻജിൻ യൂണിറ്റായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നീട് പ്രോബ്ലം വരാനായിട്ടുള്ള സാധ്യത നിലവിലുണ്ട്. ഈ കോയിൽ മാറ്റിയതിന് ശേഷം സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ശരിക്കും അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ശരിക്കും ഇതിൻ്റെ കോയിലല്ല ഇതിന് ഇരിക്കണേ, ജസ്റ്റ് മാറ്റിയിട്ടാൽ നല്ലതാണ്. കാരണം ഇതിൻ്റേതായിട്ടുള്ള കോയിൽ തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഏകദേശം ഒരു 300-350 രൂപയാണ് നമുക്കതിന് ചിലവ് വരാം. പിന്നെ ഈ പ്ലഗും നമുക്ക് എന്തെങ്കിലും മാറ്റി കളയണം കേട്ടോ. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ശരിക്കും നമുക്ക് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. കാർബറേറ്റർ അസംബ്ലി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഉപയോഗം മൂലം കാർബറേറ്ററിൻ്റെ ഉള്ളിൽ കണ്ടാമിനൻസൊക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തേക്കണതുകൊണ്ട് തന്നെ ജെറ്റുകൾ ബ്ലോക്കായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ഉണ്ട്. അങ്ങനത്തെ പല പ്രശ്നങ്ങളും കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ടും ഈ പറഞ്ഞ രീതിയിലുള്ള സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലംസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന കാരണം കൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് കാണിക്കണേന്ന് നമുക്ക് പറയാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നത് നല്ലതാണ്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഉൾപ്പെടുന്നില്ല. അത് നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് ആ രീതിയിലും കൂടി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതാണ്. ലേബർ ചാർജ് ഏകദേശം 600 തുടങ്ങി 750 രൂപേൻ്റെയാണ് നമുക്ക് അതിൻ്റെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾക്ക് വരാം. അത് നമ്മുടെ വർക്കിൻ്റെ ലോഡ് അനുസരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് വരും. കാർബറേറ്റർ ക്ലീനിങ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടെ പറയുകയാണെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം.
അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിൽ തരാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.